വെൽക്കം ബാക്ക്. ഇംഗ്ലീഷിൽ നമ്മൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന രണ്ട് ടെൻസസ് ആണ് സിമ്പിൾ പാസ്റ്റും പ്രസന്റ് പെർഫെക്റ്റും. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമുക്ക് ഈ രണ്ട് ടെൻസും യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഉപയോഗിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. പ്രസന്റ് പെർഫെക്റ്റിന് പകരം നമുക്ക് പലപ്പോഴും സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ സിമ്പിൾ പാസ്റ്റിന് പകരം പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുമ്പോൾ തെറ്റ് വരാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ രണ്ട് ടെൻസും കറക്റ്റായി എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ലെസൺ മുഴുവനായി കാണുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ മലയാളത്തിൽ പറയുന്ന കാര്യങ്ങളെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. രാജു തന്റെ താക്കോൽ തിരയുകയാണ്. ഇപ്പൊ നടക്കുന്ന ഒരു ആക്ടിവിറ്റി, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സംസാരിക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യാം? അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇവിടെ നമുക്ക് പറയേണ്ടത് രാജു തന്റെ താക്കോൽ തിരയുകയാണ് എന്നാണ്. സബ്ജക്റ്റ് രാജു ആണ്. രാജു ഈസ് ലുക്കിംഗ് ഫോർ ഹിസ് കീ. എന്തിനെങ്കിലും വേണ്ടി തിരയുന്നതിന് നമുക്ക് ലുക്ക് ഫോർ എന്ന് പറയാം. സെർച്ചിങ് ഫോർ എന്ന് പറഞ്ഞാലും തെറ്റല്ല. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം അറിയാമല്ലോ. ഈസ്, ആം, ആർ. ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി നമ്മൾ യൂസ് ചെയ്യും. പിന്നെ അതിനുശേഷം ING ഫോം. അതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം. ഇവിടുത്തെ സബ്ജക്റ്റ് രാജു ആയത് കാരണമാണ് നമ്മൾ ഈസ് ഉപയോഗിക്കുന്നത്. സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ് ഈസ് ഉപയോഗിക്കുക. പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെ നമ്മൾ ആർ ഉപയോഗിക്കും. സബ്ജക്റ്റ് ഐ ആണെങ്കിൽ നമ്മൾ ആം ഉപയോഗിക്കും. രാജു ഈസ് ലുക്കിംഗ് ഫോർ ഹിസ് കീ. അയാളുടെ കീ കാണുന്നില്ല, അതുകൊണ്ട് അയാൾ അത് തിരയുകയാണ്. അയാൾക്ക് അത് കണ്ടെത്താനാവുന്നില്ല, അയാൾക്കത് കഴിയുന്നില്ല. തിരയുന്നുണ്ട്, പക്ഷെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഹി കനോട്ട് ഫൈൻഡ് ഇറ്റ്. അയാൾക്ക് അത് കണ്ടെത്താനാവുന്നില്ല. ഹി കനോട്ട് ഫൈൻഡ് ഇറ്റ്. ഹി കാൺ ഫൈൻഡ് ഇറ്റ്. അതിനർത്ഥം എന്താ? അയാളുടെ കീ നഷ്ടമായിരിക്കുന്നു, ഇതുവരെയും അയാൾക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല, അല്ലെ? ഇവിടെ ഈ കീ നഷ്ടമാവുക എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്, അത് സംഭവിച്ചത് പാസ്റ്റിൽ എപ്പോഴാണ് എന്ന് വ്യക്തമല്ല. എന്തായാലും അത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. പക്ഷെ അത് ഇപ്പോഴും ട്രൂ ആണ്. അതായത് അയാൾക്ക് കീ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അയാളുടെ കയ്യിൽ ഇപ്പോഴും അതില്ല. ഇനി അതിനെക്കുറിച്ച് നമ്മൾ എങ്ങനെയാ പറയുക? അയാൾക്ക് തൻ്റെ കീ നഷ്ടമായിരിക്കുന്നു. നഷ്ടപ്പെട്ടത് നേരത്തെ എപ്പോഴോ ആണ്, പക്ഷെ ഇനിയും കണ്ടു കിട്ടിയിട്ടില്ല. ഇങ്ങനെ പാസ്റ്റിൽ സംഭവിച്ചു, പക്ഷെ ഇപ്പോഴും ട്രൂ ആയ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പാസ്റ്റ് അല്ല, പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഹി ഹാസ് ലോസ്റ്റ് ഹിസ് കീ. അയാൾക്ക് തൻ്റെ കീ നഷ്ടമായിരിക്കുന്നു. ഹി ഹാസ് ലോസ്റ്റ് ഹിസ് കീ. ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെൻസാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഹി ഹാസ് ലോസ്റ്റ് ഹിസ് കീ. അതിൻ്റെ ഫോം, പ്രസന്റ് പെർഫെക്റ്റിൻ്റെ ഫോം അറിയാമല്ലോ. ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ആണ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഹി എന്ന സിംഗുലർ പ്രൊനൗൺ ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഹാസ് ഉപയോഗിക്കുന്നത്. ലൂസ് എന്ന വെർബിൻ്റെ V3 ആണ് ലോസ്റ്റ്. ഹി ഹാസ് ലോസ്റ്റ് ഹിസ് കീ. അയാൾക്ക് തൻ്റെ കീ നഷ്ടമായിരിക്കുന്നു. ഈ പ്രസന്റ് പെർഫെക്റ്റ് ഇവിടെ ഉപയോഗിക്കുന്ന വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് അയാൾക്ക് ഇപ്പോഴും അയാളുടെ കീ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. നഷ്ടപ്പെട്ടത് പാസ്റ്റിലാണ്, പക്ഷെ ഇനിയും അത് തിരിച്ചു കിട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ കീ കണ്ടുപിടിച്ചിരിക്കുന്നു. ഐ ഹാവ് ഫൗണ്ട് മൈ കീ. ഇവിടെ നമ്മൾ ഹാവ് ഉപയോഗിക്കാൻ കാരണം സബ്ജക്റ്റ് ഐ ആയതുകൊണ്ടാണ്. ഇവിടെ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാമോ നമുക്ക്? ഐ ഫൗണ്ട് മൈ കീ എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റല്ല. പക്ഷെ സിമ്പിൾ പാസ്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളത് എപ്പോഴാണ് ആ സംഭവം നടന്നത് എന്നുകൂടി നമ്മൾ നോർമലി പറയാറുണ്ട്. ഇങ്ങനെ ഒരു സംഭവം, ഒരു കാര്യം എപ്പോൾ നടന്നു എന്ന് പറയാതെ അത് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ നോർമലി അത് എപ്പോഴാണ് നടന്നത് എന്നുകൂടി പറയും. ഇവിടെ അങ്ങനെ സമയം ഒന്നും നമ്മൾ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഇവിടെ കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയ ടെൻസ്. നിന്റെ കീ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഈ ചോദ്യം നിലവിലുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ചാണ്. നേരത്തെ എപ്പോഴെങ്കിലും അത് നഷ്ടമായിരുന്നോ എന്നല്ല ചോദിക്കുന്നത്. ഇപ്പൊ നിന്റെ കയ്യിൽ കീ ഉണ്ടോ, അതോ അത് കാണാതെ പോയിട്ടുണ്ടോ? അതാണ് ചോദ്യം. ഇങ്ങനെ സംഭവിച്ചത് പാസ്റ്റിൽ എപ്പോഴെങ്കിലും ആണെങ്കിൽ പോലും ഇവിടുത്തെ ഈ ചോദ്യം ആ നഷ്ടത്തിനെ കുറിച്ചുള്ളതാണ്. അതായത് ഇയാളുടെ കയ്യിൽ ഇപ്പോൾ ആ കീ ഉണ്ടോ എന്നാണ് അറിയേണ്ടത്. ഇങ്ങനെ പാസ്റ്റിൽ സംഭവിച്ചതാണെങ്കിലും നിലവിൽ ട്രൂ ആയ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഹാവ് യു ലോസ്റ്റ് യുവർ കീ? നിന്റെ കീ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? പ്രസന്റ് പെർഫെക്റ്റിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഹാസ് അല്ലെങ്കിൽ ഹാവിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിലേക്ക് വെക്കുകയാണ് ചെയ്യുക. ഹാവ് യു ലോസ്റ്റ് യുവർ കീ? എൻ്റെ കീ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ ഐ ഹാവ് ലോസ്റ്റ് മൈ കീ എന്ന് പറയും. നിന്റെ കീ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഹാവ് യു ലോസ്റ്റ് യുവർ കീ? ഇല്ല, ഞാനത് കണ്ടെത്തിയിരിക്കുന്നു. നോ, ഐ ഹാവ് ഫൗണ്ട് ഇറ്റ്. ഞാനത് കണ്ടുപിടിച്ചിട്ടുണ്ട്. നിന്റെ കീ നഷ്ടപ്പെട്ടിരുന്നോ? ഈ ചോദ്യം പ്രസന്റിലുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ചല്ല, പാസ്റ്റിൽ എപ്പോഴോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നോ എന്നാണ് അറിയേണ്ടത്. ഇങ്ങനെ പാസ്റ്റിലുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ച് ചോദിക്കാൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് അല്ല യൂസ് ചെയ്യുക. പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുമ്പോൾ ആ സിറ്റുവേഷൻ ഇപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്തും ട്രൂ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാൻ സാധിക്കൂ.
ഇത് നേരത്തെ എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോ എന്നാണ് ചോദ്യം. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുക സിമ്പിൾ പാസ്റ്റ് ആണ്. ഇതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നേരത്തെ സംഭവിച്ച ഒരു കാര്യത്തിനെ കുറിച്ച് പറയാൻ പ്രസന്റ് പെർഫെക്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ സിറ്റുവേഷൻ ഇപ്പോഴും അതേപോലെ തന്നെ ആയിരിക്കണം, ട്രൂ ആയിരിക്കണം. ആ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല. എൻ്റെ കീ നഷ്ടമായിരിക്കുന്നു, ഐ ഹാവ് ലോസ്റ്റ് മൈ കീ എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ കീ ഇല്ല എന്നാണ്. നേരത്തെ എപ്പോഴോ നഷ്ടപ്പെട്ടു, പിന്നെ ഞാനത് കണ്ടുപിടിച്ചു എങ്കിൽ ഐ ഹാവ് ലോസ്റ്റ് മൈ കീ എന്ന് പറയരുത്. അതിന് നമ്മൾ പറയുക ഐ ലോസ്റ്റ് മൈ കീ എന്നാണ്. എൻ്റെ കീ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ പിന്നീട് ഞാനത് കണ്ടുപിടിച്ചു. ഐ ഹാവ് ഫൗണ്ട് ഇറ്റ്. നിന്റെ കീ നഷ്ടപ്പെട്ടിരുന്നോ? സിമ്പിൾ പാസ്റ്റ് ആണ് നമ്മളോട് ഉപയോഗിക്കേണ്ടത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അതിന് നമ്മൾ ഡിഡ് ആണ് ഉപയോഗിക്കുക. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ സബ്ജക്റ്റിന് മുന്നിൽ ഡിഡ് ഉപയോഗിക്കും. ഡിഡ് യു ലൂസ് യുവർ കീ? നിന്റെ കീ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോ? നഷ്ടപ്പെട്ടിരുന്നോ? ഡിഡ് യു ലൂസ് യുവർ കീ? നഷ്ടപ്പെട്ടിരുന്നോ? യെസ് ഐ ഡിഡ്. ഇവിടെ ഐ ഡിഡ് എന്ന് പറയുന്നത് യെസ് ഐ ലോസ്റ്റ് മൈ കീ എന്ന് പറയുന്നതിന് പകരമായിട്ടാണ്. നമ്മൾ പലപ്പോഴും ഷോർട്ട് ആൻസേഴ്സിൽ വേർബ്സ് ഉപയോഗിക്കില്ല. അതിന് പകരം ഡു, ഡസ്, ഡിഡ് ഇതുപോലത്തെ ഓക്സിലറി വേർബ്സ് യൂസ് ചെയ്യും. ഐ ലോസ്റ്റ് മൈ കീ എന്ന് പറയുന്നതിന് പകരം നമുക്ക് യെസ് ഐ ഡിഡ് എന്ന് പറഞ്ഞാൽ മതി. ലോസ്റ്റ് എന്ന വെർബ് ലൂസ് എന്ന വെർബിൻ്റെ V2 ആണ്. അതിൻ്റെ V3യും ലോസ്റ്റ് തന്നെയാണ്. ഇങ്ങനെ V2 വരുന്ന സമയത്ത് ആ V2വിന് പകരമായിട്ടാണ് നമ്മൾ ഡിഡ് ഉപയോഗിക്കുക. V1ന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുക ഡു അല്ലെങ്കിൽ ഡസ് ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഡസ് ഉപയോഗിക്കും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ഡു ഉപയോഗിക്കും ഷോർട്ട് ആൻസേഴ്സിൽ. യെസ് ഐ ഡിഡ് എന്നതിൻ്റെ മുഴുവൻ രൂപം യെസ് ഐ ലോസ്റ്റ് മൈ കീ എന്നാണ്. നമ്മൾ ഷോർട്ട് ആൻസേഴ്സിൽ പൊതുവേ ഇങ്ങനെ ആവശ്യമില്ലാത്ത വാക്കുകളെല്ലാം നമ്മൾ ഒമിറ്റ് ചെയ്യും. പലപ്പോഴും നമ്മൾ വെർബിന് പകരം ഓക്സിലറീസ് ആണ് ഷോർട്ട് ആൻസേഴ്സിൽ യൂസ് ചെയ്യുക. ഇനി ഈ സെന്റൻസ് നോക്കൂ. ഐ ലോസ്റ്റ് മൈ കീ ബട്ട് ഐ ഹാവ് ഫൗണ്ട് ഇറ്റ്. അതിനർത്ഥം എന്താ? നേരത്തെ എപ്പോഴോ എൻ്റെ കീ കാണാതെ പോയിട്ടുണ്ടായിരുന്നു. ഐ ലോസ്റ്റ് മൈ കീ. ആ കാര്യത്തിനെ കുറിച്ച് പറയാൻ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചു. പക്ഷേ ഇപ്പോൾ ഞാനത് കണ്ടെത്തിയിരിക്കുന്നു. അതായത് ഇപ്പോൾ ആ കീ എൻ്റെ കയ്യിലുണ്ട് എന്നർത്ഥം. അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പാസ്റ്റ് അല്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഐ ലോസ്റ്റ് മൈ കീ ബട്ട് ഐ ഫൗണ്ട് ഇറ്റ് എന്ന് പറയുമ്പോൾ, അതായത് രണ്ട് ക്ലോസിലും നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനർത്ഥം നേരത്തെ എപ്പോഴോ കീ നഷ്ടമായി, നേരത്തെ എപ്പോഴോ ഞാനത് കണ്ടെത്തി, പക്ഷെ ഇപ്പോൾ അതെൻ്റെ കയ്യിലുണ്ടോ ഇല്ലയോ എന്ന ആ സെന്റൻസ് വ്യക്തമാക്കുന്നില്ല. മറിച്ച് ഈ സെന്റൻസ് ഐ ലോസ്റ്റ് മൈ കീ ബട്ട് ഐ ഹാവ് ഫൗണ്ട് ഇറ്റ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം നേരത്തെ നഷ്ടമായിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ആ കീ ഉണ്ട് എന്നാണ്. മീനിങ്ങിൽ വരുന്ന ഡിഫറൻസ് ശ്രദ്ധിക്കണം. സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ സിറ്റുവേഷൻ ഇപ്പോൾ ട്രൂ ആണോ, അത് മാറിക്കഴിഞ്ഞോ, അതൊന്നും ആ സെന്റൻസ് വ്യക്തമാക്കുന്നില്ല. പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ സിറ്റുവേഷൻ ഇപ്പോഴും ട്രൂ ആണ് എന്നാണ് അർത്ഥം. അവൻ പുറത്തു പോയിരിക്കുന്നു. ഇതിനർത്ഥം എന്താ? അവൻ പുറത്തു പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ നേരത്തെ എപ്പോഴോ പുറത്തു പോയി, പക്ഷെ അവൻ ഇനിയും തിരിച്ചു വന്നിട്ടില്ല എന്നല്ലേ. അതായത് അയാൾ ഇപ്പോൾ, അവൻ അല്ലെങ്കിൽ അയാൾ ഇപ്പോൾ ഇവിടെ ഇല്ല. പുറത്തു പോയത് നേരത്തെ എപ്പോഴോ ആണ്, പക്ഷെ ഇപ്പോൾ ഇവിടെ ഇല്ല. ഇപ്പോൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് പറയാൻ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുക. ഹി ഹാസ് ഗോൺ ഔട്ട്. ഹി വെന്റ് ഔട്ട് എന്നല്ല പറയാം. ഹി വെന്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ അവൻ പുറത്തു പോയി എന്നാണ്. അവൻ പുറത്തു പോയി, പിന്നെ തിരിച്ചു വന്നോ വന്നില്ലയോ എന്ന് നമുക്കറിയില്ല. ആ സെന്റൻസ് അത് വ്യക്തമാക്കുന്നില്ല. അവൻ പുറത്തു പോയിരിക്കുന്നു. ഹി ഹാസ് ഗോൺ ഔട്ട്. അതിനർത്ഥം ഇപ്പോഴും ഇവിടെ ഇല്ല എന്ന് തന്നെയാണ്, പുറത്ത് തന്നെയാണ്. അതാണ് ആ സെന്റൻസിനർത്ഥം. 1 മണിക്കൂറിൽ തിരിച്ചു വരും. നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഹി വിൽ ബി ബാക്ക് ഇൻ എൻ അവർ. 1 മണിക്കൂറിൽ അവൻ തിരിച്ചു വരും. ഹി വിൽ റിട്ടേൺ ഇൻ എൻ അവർ എന്നും നമുക്ക് പറയാം. ബി ബാക്കിന് പകരം നമുക്ക് റിട്ടേൺ എന്ന വെർബ് യൂസ് ചെയ്യാവുന്നതാണ്. അയാൾ പുറത്തു പോയിരുന്നു, പക്ഷെ തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ എപ്പോഴും അയാൾ പുറത്തു പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അയാൾ പുറത്തല്ല, അയാൾ തിരിച്ചു വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമ്മൾ ഏത് ടെൻസാണ് ഉപയോഗിക്കുക? ഇവിടെ നമുക്ക് ഹി ഹാസ് ഗോൺ ഔട്ട് എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. ഹി ഹാസ് ഗോൺ ഔട്ട് എന്ന് പറയുമ്പോൾ അതിനർത്ഥം അയാൾ ഇപ്പോഴും പുറത്താണ് എന്നാണ്. ഇവിടെ നമുക്ക് പറയേണ്ടത് നേരത്തെ പുറത്തു പോയിരുന്നു, പക്ഷെ ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു എന്നാണ്. ഇവിടെ നമ്മൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ക്ലോസിൽ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഹി വെന്റ് ഔട്ട് ബട്ട് ഐ തിങ്ക് ഹി ഹാസ് റിട്ടേൺഡ്. ഹി വെന്റ് ഔട്ട്, അയാൾ പുറത്തു പോയിരുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നു, ബട്ട് ഐ തിങ്ക് അയാൾ തിരിച്ചു വന്നിട്ടുണ്ടെന്ന്. ഹി ഹാസ് റിട്ടേൺഡ്, അയാൾ തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നമ്മൾ ആദ്യത്തെ ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിച്ചത്. കാരണം അയാൾ പുറത്തു പോയി എന്നത്
നേരത്തെ സംഭവിച്ച കാര്യമാണ്, പക്ഷെ ഇപ്പോൾ പുറത്തല്ല, അയാൾ തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ രണ്ടാമത്തെ ക്ലോസിൽ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിച്ചത്. മഴ നിന്നിരിക്കുന്നു. ഇറ്റ് ഹാസ് സ്റ്റോപ്ഡ് റെയിനിങ്. മഴ നിന്നിട്ടുണ്ട്, മഴ തോർന്നിരിക്കുന്നു. നമ്മൾ ഇവിടെയും ഉപയോഗിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. കാരണം ഇപ്പൊ മഴ പെയ്യുന്നില്ല, അതാണ് ആ സെന്റൻസിന് അർത്ഥം. ഇറ്റ് ഹാസ് സ്റ്റോപ്ഡ് റെയിനിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മഴ പെയ്യുന്നില്ല എന്നാണ്. ഇറ്റ് സ്റ്റോപ്ഡ് റെയിനിങ് എന്ന് മാത്രം പറഞ്ഞാലോ, സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചാലോ, അതിനർത്ഥം മഴ എപ്പോഴോ നിന്നു, പാസ്റ്റിൽ എപ്പോഴോ നിന്നു. ഇപ്പൊ മഴ പെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന ആ സെന്റൻസ് വ്യക്തമാക്കുന്നില്ല. ഇപ്പൊ മഴ പെയ്യുന്നില്ല എന്ന് പറയണമെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് തന്നെ ഉപയോഗിക്കണം. മഴ നിന്നിരിക്കുന്നു. ഇറ്റ് ഹാസ് സ്റ്റോപ്ഡ് റെയിനിങ്. നമുക്ക് ഇപ്പോൾ പുറത്തു പോവാം. സോ വി ക്യാൻ ഗോ ഔട്ട് നൗ. ഇറ്റ് ഹാസ് സ്റ്റോപ്ഡ് റെയിനിങ്. സോ വി ക്യാൻ ഗോ ഔട്ട് നൗ. ഇറ്റ് സ്റ്റോപ്ഡ് റെയിനിങ് എന്ന് പറഞ്ഞാൽ നേരത്തെ എപ്പോഴോ മഴ നിന്നു എന്ന് മാത്രമാണ് അതിനർത്ഥം. ഇപ്പൊ പെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന ഇറ്റ് സ്റ്റോപ്ഡ് റെയിനിങ് എന്ന സെന്റൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഞാൻ വാഷിംഗ് മെഷീൻ നേരെയാക്കിയിരിക്കുന്നു. ഐ ഹാവ് റിപ്പയർഡ് ദ വാഷിംഗ് മെഷീൻ. അതാണ് ഇവിടെ കറക്റ്റ് ഫോം. അതാണ് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചാൽ അത് വലിയ തെറ്റൊന്നുമല്ല. ഐ റിപ്പയർഡ് ദ വാഷിംഗ് മെഷീൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഐ ഹാവ് റിപ്പയർഡ് ദ വാഷിംഗ് മെഷീൻ. ഇറ്റ് ഈസ് വർക്കിംഗ് നൗ. അത് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഐ ഹാവ് റിപ്പയർഡ് ദ വാഷിംഗ് മെഷീൻ. ഐ റിപ്പയർഡ് ദ വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞാലും മതി. സിമ്പിൾ പാസ്റ്റ് നമുക്കിവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് വർക്കിംഗ് നൗ. ആ സെന്റൻസ് കൂടി ആഡ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ അവിടെ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചാലും പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചാലും നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കറിയാം. ഐ റിപ്പയർഡ് ദ വാഷിംഗ് മെഷീൻ എന്ന് മാത്രം പറയുമ്പോൾ നമുക്ക് ഇപ്പോഴത് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അതൊന്നും വ്യക്തമല്ല. ഞാൻ എപ്പോഴോ അത് റിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമാണ് ആ സെന്റൻസിന് അർത്ഥം. പക്ഷേ ഐ ഹാവ് റിപ്പയർഡ് ദ വാഷിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് ശരിക്കും വർക്കിംഗ് കണ്ടീഷനിലാണ് എന്നൊരർത്ഥം ആ സെന്റൻസിനുണ്ട്. ജൂലിക്ക് ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ഇങ്ങനെ കുട്ടികൾ ഉണ്ടാകുന്നതിനെ കുറിച്ച്, കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയാൻ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ഹാവ് ഹാഡ് അല്ലെങ്കിൽ ഹാസ് ഹാഡ് ഈ വേർബ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിലെ ഈ ഹാഡ് അത് ഡെലിവേർഡ് എന്നതിന് പകരമോ ഗിവൺ ബർത്ത് എന്നതിന് പകരമോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു V3 ആണ്. ജൂലി ഹാസ് ഹാഡ് എ ബേബി. ജൂലിക്ക് ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്നർത്ഥം. ജൂലി ഹാസ് ഗിവൺ ബർത്ത് ടു എ ബേബി എന്ന് പറയുന്നതിന് പകരമാണ് നമ്മളിവിടെ ആ ഗിവൺ ബർത്ത് എന്ന V3ക്ക് പകരമായിട്ടാണ് നമ്മളിവിടെ ഹാഡ് എന്ന V3 ഉപയോഗിക്കുന്നത്. ഹാവിന്റെ V3 ആണ് ഹാഡ്. ഹാവിന്റെ V2വും ഹാഡ് തന്നെയാണ്. ജൂലി ഹാസ് ഹാഡ് എ ബേബി. ഇതിനർത്ഥം ജൂലി ഹാസ് ഡെലിവേർഡ് എ ബേബി എന്നാണ്. ആ ഡെലിവേർഡ് എന്നതിനോ അല്ലെങ്കിൽ ഗിവൺ ബർത്ത് എന്നതിനോ എല്ലാം പകരമായിട്ടാണ് നമ്മളിവിടെ ഹാഡ് ഉപയോഗിക്കുന്നത്. ഹാഡ് നമുക്കിങ്ങനെ പല കാര്യങ്ങൾക്ക് പകരവും ഉപയോഗിക്കാം. ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയും നമുക്ക് ഹാഡ് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഐ ഹാവ് ഈറ്റൺ മൈ ലഞ്ച് എന്നതിന് പകരം ഐ ഹാവ് ഹാഡ് മൈ ലഞ്ച് എന്ന് പറയാം. അവിടെ ആ ഈറ്റൺ എന്ന V3ക്ക് പകരമാണ് നമ്മൾ അവിടെ ഹാഡ് ഉപയോഗിക്കുന്നത്. ജൂലി ഹാസ് ഹാഡ് എ ബേബി. ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് തന്നെ വേണം ഉപയോഗിക്കാൻ. സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചാൽ പോരാ. സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എപ്പോഴാണ് ആ കുഞ്ഞ് ജനിച്ചത് എന്ന് കൂടി പറയണം. ജൂലി ഡെലിവേർഡ് എ ബേബി ഗേൾ ലാസ്റ്റ് നൈറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ജൂലി ഗേവ് ബർത്ത് ലാസ്റ്റ് നൈറ്റ് എന്നും പറയാം. ജൂലി ഇന്നലെ രാത്രി ഒരു കുഞ്ഞിന് ജന്മം നൽകി എന്നർത്ഥം. സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ പൊതുവേ നമ്മൾ സമയം സൂചിപ്പിക്കുന്ന ഒരു എക്സ്പ്രഷൻ കൂടി ആഡ് ചെയ്യും. എപ്പോഴാണ് ആ കാര്യം നടന്നത് എന്ന് നോർമലി നമ്മൾ പറയും സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ കൂടെ. പ്രസന്റ് പെർഫെക്റ്റിന്റെ കൂടെ ഒരു കാര്യം എപ്പോഴാണ് നടന്നത് എന്ന് പറയുകയേ ചെയ്യരുത്. ടൈം എക്സ്പ്രഷൻസ്, പ്രത്യേകിച്ചും പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന ടൈം എക്സ്പ്രഷൻസ് നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ കൂടെ ഉപയോഗിക്കാൻ സാധിക്കില്ല. എന്റെ കുട്ടികൾ മുംബൈയിൽ ആണ് വളർന്നത്. ഇത് പൂർണ്ണമായും കഴിഞ്ഞുപോയൊരു കാര്യമാണ്. കുട്ടികളൊക്കെ വളർന്ന് വലുതായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പറയാനും നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പാസ്റ്റ് ആണ്. എൻ്റെ കുട്ടികൾ മൈ ചിൽഡ്രൻ മുംബൈയിൽ ആണ് വളർന്നത്. മൈ ചിൽഡ്രൻ ഗ്രൂ അപ്പ് ഇൻ മുംബൈ. മൈ ചിൽഡ്രൻ ഗ്രൂ അപ്പ് ഇൻ മുംബൈ. ഹാസ് ഗ്രോൺ അപ്പ് എന്നിവിടെ പറയരുത്. പ്രസന്റ് പെർഫെക്റ്റ് ഈ ഒരു ആശയം എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. മൊസാർട്ട് പ്രശസ്തനായ ഒരു കമ്പോസർ ആയിരുന്നു. ഇതും തന്നെ കഴിഞ്ഞു പോയൊരു കാര്യമാണ്. മൊസാർട്ട് വാസ് എ ഗ്രേറ്റ് കമ്പോസർ. മൊസാർട്ട് വാസ് എ ഫേമസ് കമ്പോസർ അല്ലെങ്കിൽ ഗ്രേറ്റ് കമ്പോസർ. അദ്ദേഹം 18ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. ഹി ലിവ്ഡ് ഇൻ ദ 18th സെഞ്ചുറി. 18th സെഞ്ചുറി എന്ന് പറയുമ്പോൾ അറിയാലോ, അത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പറയാൻ നമ്മളിവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെ വേണം ഉപയോഗിക്കാൻ. ഹി ഹാസ് ലിവ്ഡ് ഇൻ ദ 18th സെഞ്ചുറി എന്ന് പറയരുത്. പ്രസന്റ് പെർഫെക്റ്റ് ഇവിടെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കില്ല. എപ്പോഴാണ് ഒരു കാര്യം നടന്നത് എന്ന് വ്യക്തമായി പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെ അവിടെ ഉപയോഗിക്കാം. ഹി ലിവ്ഡ് ഇൻ ദ 18th സെഞ്ചുറി. ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? ഒരു കാര്യം ആരാണ് ചെയ്തത് അല്ലെങ്കിൽ എപ്പോഴാണ് അത് സംഭവിച്ചത് എന്ന് ചോദിക്കാൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വേണം ഉപയോഗിക്കാൻ. പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കരുത്. ഹൂ ഇൻവെന്റഡ് ദ കമ്പ്യൂട്ടർ? ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? ഹൂ ഹാസ് ഇൻവെന്റഡ് ദ കമ്പ്യൂട്ടർ എന്ന് പറയരുത്. ആരാണ് ഒരു കാര്യം ചെയ്തത് എന്ന് ചോദിക്കാൻ സിമ്പിൾ പാസ്റ്റ് തന്നെ ഉപയോഗിക്കാം.
പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. പ്രസന്റ് പെർഫെക്റ്റ് ആണ് അവിടെ കൂടുതൽ അപ്രോപ്രിയേറ്റ്. ഇന്നലെ ഞാൻ നിന്നെ ഫോൺ ചെയ്യണമെന്ന് കരുതിയിരുന്നു. നമ്മളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു എന്ന് പറയില്ലേ, അതിന് നമുക്ക് ഐ മെന്റ് എന്ന് പറയാം. ഇന്നലെ ഞാൻ നിന്നെ ഫോൺ ചെയ്യണമെന്ന് കരുതിയിരുന്നു. ഐ മെന്റ് ടു കോൾ യു ലാസ്റ്റ് നൈറ്റ്. പക്ഷെ മറന്നുപോയി, ബട്ട് ഐ ഫോർഗോട്ട്. ഐ മെന്റ് ടു കോൾ യു ലാസ്റ്റ് നൈറ്റ് ബട്ട് ഐ ഫോർഗോട്ട്. ഞാൻ പക്ഷെ മറന്നുപോയി. മെന്റ് എന്നതിന് ഇവിടെ അർത്ഥമാക്കി എന്നൊരർത്ഥമില്ല, ഞാൻ ഉദ്ദേശിച്ചിരുന്നു. ആ അർത്ഥത്തിലാണ് നമ്മളിവിടെ ഈ വെർബ് യൂസ് ചെയ്യുന്നത്. ഐ മെന്റ് ടു കോൾ യു ലാസ്റ്റ് നൈറ്റ് ബട്ട് ഐ ഫോർഗോട്ട്. പക്ഷെ ഞാനത് മറന്നു. ഫോൺ ചെയ്യണമെന്ന് കരുതിയിരുന്നതാണ്, പക്ഷെ മറന്നു. അവൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ സമയം കൃത്യമായി പറയുന്നുണ്ട്, ഇന്നലെയാണ്. അതൊരു പാസ്റ്റ് ടൈം എക്സ്പ്രഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. സമയം കൃത്യമായി പറയുമ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ സിമ്പിൾ പാസ്റ്റ് തന്നെ ഉപയോഗിക്കാം. ഹി വാസ് ഹിയർ യെസ്റ്റർഡേ. അവൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. ഹി വാസ് ഹിയർ യെസ്റ്റർഡേ. ഇവിടെ നമുക്ക് ഹാസ് ബീൻ ഉപയോഗിക്കരുത്. പ്രസന്റ് പെർഫെക്റ്റ് ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഈസിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഹാസ് ബീൻ. ഹി ഹാസ് ബീൻ ഹിയർ എന്നിവിടെ പറയരുത്. ഹി വാസ് ഹിയർ യെസ്റ്റർഡേ. അവർ 10 വർഷം മുമ്പ് വിവാഹിതരായി. ഇതും കഴിഞ്ഞുപോയ കാര്യമാണ്, വ്യക്തമായി പറയുന്നുണ്ട്. 10 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ 10 years ago. They got married 10 years ago. They have got married എന്ന് പറയരുത്. പ്രസന്റ് പെർഫെക്റ്റ് കൂടെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കില്ല. They got married 10 years ago. നീ ആ സിനിമ കണ്ടിട്ടുണ്ടോ? സമയം ഒന്നും വ്യക്തമായി പറയുന്നില്ല, കണ്ടിട്ടുണ്ടോ എന്ന് മാത്രമാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഹാവ് യു സീൻ ദാറ്റ് മൂവി? നീ ആ സിനിമ കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ ദാറ്റ് മൂവി? സി എന്ന വെർബിന്റെ V3 ആണ് സീൻ. പ്രസന്റ് പെർഫെക്റ്റിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഹാസ് അല്ലെങ്കിൽ ഹാവിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിലേക്ക് വയ്ക്കുകയാണ് ചെയ്യുക. ഇവിടുത്തെ സബ്ജക്റ്റ് യു ആയത് കാരണമാണ് നമ്മളിവിടെ ഹാവ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹാവ് യു സീൻ ദാറ്റ് മൂവി? അവർ തിരിച്ചെത്തിയിരിക്കുന്നു. തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? തിരിച്ചെത്തിയത് എപ്പോഴാണ് എന്നൊന്നും പറയുന്നില്ല. പക്ഷെ തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം അവർ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നാണ്, അല്ലേ? ഈ സിറ്റുവേഷൻ ഇപ്പോഴും ട്രൂ ആണ്. സംഭവിച്ചത് നേരത്തെയാണ്, പക്ഷെ ഇപ്പോഴും സത്യമായ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ദേ ഹാവ് റിട്ടേൺഡ്. ദേ ഹാവ് റിട്ടേൺഡ്. സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചാലോ? സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ പൊതുവെ അവർ എപ്പോഴാണ് എത്തിയത് എന്ന് പറയും. ദേ റിട്ടേൺ ഹാഫ് ആൻ അവർ എഗോ, അല്ലെങ്കിൽ ദേ റിട്ടേൺ ഇൻ ദ മോർണിംഗ്. സിമ്പിൾ പാസ്റ്റിന്റെ കൂടെ പൊതുവെ ഒരു ടൈം എക്സ്പ്രഷൻ നമ്മൾ ഉപയോഗിക്കും. ഇന്നലെ രാത്രി TV-യിൽ നീ ടെന്നീസ് മാച്ച് കണ്ടോ? അപ്പോൾ നേരത്തെ നമ്മൾ ആ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിച്ചത്. ഹാവ് യു സീൻ ദാറ്റ് മൂവി എന്നാണ് പറഞ്ഞത്. കാരണം എപ്പോഴാണ് കണ്ടത് എന്നൊന്നും പറയുന്നില്ല. ഇവിടെ നമുക്ക് ചോദിക്കേണ്ടത് ഇന്നലെ രാത്രി TV-യിലുള്ള ടെന്നീസ് മാച്ച് കണ്ടോ എന്നാണ്. സമയം കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിന് പകരം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കുക. ഡിഡ് യു സീ ദ ടെന്നീസ് മാച്ച് ഓൺ TV ലാസ്റ്റ് നൈറ്റ്? ഡിഡ് യു സീ ദ ടെന്നീസ് മാച്ച് ഓൺ TV ലാസ്റ്റ് നൈറ്റ്? ഇന്നലെ രാത്രി TV-യിൽ ടെന്നീസ് മാച്ച് നീ കണ്ടിരുന്നോ? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ ഡിഡ് എന്ന ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യുക. ഡിഡ് യു സീ ദ ടെന്നീസ് മാച്ച് ഓൺ TV ലാസ്റ്റ് നൈറ്റ്? ഡിഡ് യുവിന് ശേഷം പിന്നെ നമ്മൾ സോ എന്നോ സീൻ എന്നോ പറയില്ല. എപ്പോഴും ഡു, ഡസ്, ഡിഡ്. ഈ 3 വേർബ്സിന് ശേഷവും നമ്മൾ എപ്പോഴും V1 തന്നെ വേണം ഉപയോഗിക്കാൻ. ഡിഡ് യു സീ, ഡിഡ് യു സോ എന്നോ ഡിഡ് യു സീൻ എന്നോ പറയരുത്. അവർ എപ്പോഴാണ് എത്തിയത്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യം ആരാണ് ചെയ്തത് എന്ന് പറയുന്നതിനോ എപ്പോഴാണ് സംഭവിച്ചത് എന്ന് പറയുന്നതിനോ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല. വെൻ, വാട്ട് ടൈം, ഹു, ഇതിൻ്റെ എല്ലാം കൂടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെ വേണം ഉപയോഗിക്കാൻ. അവർ എപ്പോഴാണ് എത്തിയത്? വെൻ ഡിഡ് ദേ അറൈവ്? അവർ എപ്പോഴാണ് എത്തിയത്? വെൻ ഹാവ് ദേ അറൈവ്ഡ് എന്ന് പറയരുത്. പ്രസന്റ് പെർഫെക്റ്റ് നമുക്കിവിടെ ഉപയോഗിക്കാൻ സാധിക്കില്ല. സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെ വേണം ഉപയോഗിക്കാൻ. വെൻ ഡിഡ് ദേ അറൈവ്? അവർ രാവിലെ എത്തി എന്ന് പറയണമെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുക ദേ അറൈവ്ഡ് ഇൻ ദ മോർണിംഗ് എന്നാണ്. ദേ ഹാവ് അറൈവ്ഡ് ഇൻ ദ മോർണിംഗ് എന്നും പറയരുത്. ദേ അറൈവ്ഡ് ഇൻ ദ മോർണിംഗ്. അവര് രാവിലെ വന്നു. സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെ അവിടെ ഉപയോഗിക്കുക. ആ സമയം അവിടെ ഇല്ലെങ്കിൽ, ഇൻ ദ മോർണിംഗ് എന്ന എക്സ്പ്രഷൻ അവിടെ ഇല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. ദേ ഹാവ് അറൈവ്ഡ്. അവര് വന്നിട്ടുണ്ട്, എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനർത്ഥം അവര് ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നാണ്. മറിച്ച് നമ്മൾ സിമ്പിൾ പാസ്റ്റ് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ദേ അറൈവ്ഡ് എന്ന് മാത്രം പറഞ്ഞാൽ അവർ ഇപ്പോൾ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമല്ല. സിമ്പിൾ പാസ്റ്റ് ടെൻസ് പ്രസന്റിലെ ഒരു സിറ്റുവേഷൻ എന്താണ് എന്ന് സൂചിപ്പിക്കുന്നേയില്ല. അത് പാസ്റ്റിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്.
പ്രസന്റ് പെർഫെക്റ്റ് പക്ഷെ ഇപ്പോൾ ആ സിറ്റുവേഷൻ ട്രൂ ആണോ അല്ലയോ എന്ന് പറയുന്നുണ്ട്. എപ്പോഴാണ് ഒരു കാര്യം സംഭവിച്ചത് എന്ന് ചോദിക്കാൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെ ഉപയോഗിക്കുക, പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കരുത്. എത്ര മണിക്കാണ് നീ വീട്ടിലെത്തിയത്? എത്ര മണി? വാട്ട് ടൈം? ഇവിടെയും നമുക്ക് സിമ്പിൾ പാസ്റ്റ് തന്നെ വേണം ഉപയോഗിക്കാൻ, പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല. വാട്ട് ടൈം ഡിഡ് യു ഗെറ്റ് ഹോം അല്ലെങ്കിൽ വാട്ട് ടൈം ഡിഡ് യു റീച്ച് ഹോം? എത്ര മണിക്കാണ് നീ വീട്ടിൽ എത്തിയത്? ഗെറ്റിന് പകരം നമുക്കിവിടെ റീച്ച് ഉപയോഗിക്കാം. ഗെറ്റ് ഹോം എന്ന് പറയുമ്പോൾ വീട്ടിലെത്തുക എന്നർത്ഥം. ഈ എക്സ്പ്രഷനിൽ നമ്മൾ പ്രിപ്പോസിഷൻ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഗെറ്റ് ടു ഹോം എന്ന് പറയരുത്. അതുപോലെ തന്നെ റീച്ച് എന്ന വെർബിന് ശേഷവും നമ്മൾ പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നില്ല. വാട്ട് ടൈം ഡിഡ് യു റീച്ച് ഹോം, വാട്ട് ടൈം ഡിഡ് യു അറൈവ് ഹോം എന്ന് പറയാം, വാട്ട് ടൈം ഡിഡ് യു ഗെറ്റ് ഹോം എന്നും പറയാം. ഹോം എന്ന നൗണിന് മുന്നിൽ നോർമലി നമ്മൾ പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറില്ല. എപ്പോഴാണ് ഒരു കാര്യം നടന്നത് എന്ന് പറയാൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെ ഉപയോഗിക്കുക. പ്രസന്റ് പെർഫെക്റ്റ് ഈ ഒരു ഐഡിയ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യരുത്. അവസാനം ബസ് പോയിരിക്കുന്നു, അതെങ്ങനെ പറയും നമ്മൾ? ദ ലാസ്റ്റ് ബസ് ഹാസ് ഗോൺ. പോയിരിക്കുന്നു, പോയിരിക്കുന്നു എന്നല്ലേ പറയേണ്ടത്? പോയിരിക്കുന്നു അല്ലെങ്കിൽ പോയിട്ടുണ്ട്. ഇപ്പോഴും അത് ട്രൂ ആയൊരു സിറ്റുവേഷൻ തന്നെയാണ്. ബസ് പോയത് നേരത്തെയാണ്, പക്ഷെ ബസ് പോയി എന്ന സിറ്റുവേഷൻ ഇപ്പോഴും ട്രൂ ആണ്. ഇനിയൊരു ബസ് വരാനില്ല. ദ ലാസ്റ്റ് ബസ് ഹാസ് ഗോൺ. അതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് നടക്കേണ്ടി വരും. സോ വി വിൽ ഹാവ് ടു വോക്ക് ഹോം. വി ഹാവ് ടു എന്ന് പറഞ്ഞാലും മതി. നമുക്കിവിടെ സിമ്പിൾ ഫ്യൂച്ചറും ഉപയോഗിക്കാം, ഹാവ് മാത്രമായും നമുക്ക് ഉപയോഗിക്കാം. സിമ്പിൾ പ്രസന്റും നമുക്കിവിടെ ഉപയോഗിക്കാവുന്നതാണ്. ദ ലാസ്റ്റ് ബസ് ഹാസ് ഗോൺ, സോ വി ഹാവ് ടു വോക്ക് ഹോം അല്ലെങ്കിൽ വി വിൽ ഹാവ് ടു വോക്ക് ഹോം. നമുക്ക് വീട്ടിലേക്ക് നടക്കേണ്ടി വരും എന്നർത്ഥം. അവസാന ബസ് പോയിരുന്നു, ഇത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അവസാന ബസ് പോയിരുന്നു പാസ്റ്റിൽ എപ്പോഴോ ഉള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു. കഴിഞ്ഞുപോയ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. നേരത്തെ സെന്റൻസിൽ അങ്ങനെയായിരുന്നില്ല. ബസ് പോയി എന്നുള്ളത് കഴിഞ്ഞു പോയ കാര്യമായിരുന്നു, പക്ഷെ വീട്ടിലേക്ക് നടക്കാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സിറ്റുവേഷൻ പ്രസന്റ് ആണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പാസ്റ്റ് സിറ്റുവേഷൻ ആണ്. ബസ് പോയി, ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു, രണ്ടും കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇങ്ങനെ കഴിഞ്ഞുപോയ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിൽ ആദ്യത്തതിനെ കുറിച്ച് പറയാൻ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുക. അവസാന ബസ് പോയിരുന്നു. ദ ലാസ്റ്റ് ബസ് ഹാഡ് ഗോൺ. ഹാസ് ഗോൺ എന്ന് പറയുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഹാഡ് ഗോൺ ആണ് അതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഫോം ഹാഡ് പ്ലസ് V3 ആണ്. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു. സോ വി വോക്ക്ഡ് ഹോം. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു. കഴിഞ്ഞുപോയ രണ്ട് കാര്യങ്ങളാണ്. ഇങ്ങനെ കഴിഞ്ഞുപോയ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യത്തതിനെ കുറിച്ച് പറയാൻ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുക, രണ്ടാമത്തതിനെ കുറിച്ച് പറയാൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക. സോ വി വോക്ക്ഡ് ഹോം. ഇന്ന് ഞാൻ കാര്യമായി ഒരു ജോലിയും ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ സംസാരിക്കുന്ന സമയം എപ്പോഴോ രാവിലെ തൊട്ട് ആ സമയം വരെയുള്ളൊരു പീരിയഡിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സംസാരിക്കുന്ന ഉച്ചയ്ക്കാണെങ്കിൽ രാവിലെ മുതൽ ഉച്ച വരെയുള്ള സമയം, സംസാരിക്കുന്നത് വൈകുന്നേരമാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയം. അതാണല്ലോ നമ്മൾ ഇന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഞാൻ കാര്യമായി ഒരു ജോലിയും ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു പീരിയഡ് ഓഫ് ടൈമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുക. ഐ ഹാവിങ് ഡൺ മച്ച് വർക്ക് ടുഡേ. അപ് ടു നൗ, ഈ സമയം വരെ, ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പൂർണ്ണമായും കഴിഞ്ഞു പോയൊരു കാര്യമല്ല. പാസ്റ്റിൽ എപ്പോഴോ സ്റ്റാർട്ട് ചെയ്ത് ഇതായി സംസാരിക്കുന്ന സമയം വരെയും കണ്ടിന്യൂ ചെയ്ത, ഇനി ഒരു പക്ഷേ ഭാവിയിലേക്കും കണ്ടിന്യൂ ചെയ്ത് പോയേക്കാവുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുക. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഈ ഒരു മീനിങ്ങിൽ ഉപയോഗിക്കരുത്. ഐ ഹാവിങ് ഡൺ മച്ച് വർക്ക് ടുഡേ. ഇന്ന് ഞാൻ കാര്യമായി ഒരു ജോലിയും ചെയ്തിട്ടില്ല. ഐ ഹാവിങ് ഡൺ മച്ച് വർക്ക് ടുഡേ. മച്ച് വർക്ക് എന്ന് പറയുമ്പോൾ കാര്യമായി എന്തെങ്കിലും ജോലി, അത് ഇന്ന് ചെയ്തിട്ടില്ല. ഐ ഹാവിങ് ഡൺ. ഐ ഡിഡിൻ ഡു എന്നല്ല പറയുന്നത്, ഐ ഹാവിങ് ഡൺ എന്നാണ് പറയുന്നത്. ഡു എന്ന വെർബിന്റെ V3 ആണ് ഡൺ. ഡു ഒരു ഓക്സിലറി വെർബ് മാത്രമല്ല, ചെയ്യുക എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധാരണ വെർബ് കൂടിയാണ് ഡു. ഐ ഹാവിങ് ഡൺ മച്ച് വർക്ക് ടുഡേ. ഇന്ന് ഞാൻ കാര്യമായി ഒരു ജോലിയും ചെയ്തിട്ടില്ല. ഇന്നലെ ഞാൻ കാര്യമായി ഒരു ജോലിയും ചെയ്തില്ല. ഇത് പൂർണ്ണമായും കഴിഞ്ഞു പോയൊരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്നലെ എന്ന് പറയുമ്പോൾ അതൊരു പാസ്റ്റ് ടൈം എക്സ്പ്രഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇന്നലെ ഞാൻ കാര്യമായി ഒരു ജോലിയും ചെയ്തില്ല. ഐ ഡിഡിൻ ഡു മച്ച് വർക്ക് യെസ്റ്റർഡേ. ഇന്നലെ ചെയ്തില്ല എന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കാൻ ഡിഡിൻറ്റ് ഉപയോഗിക്കും. ഐ ഡിഡിൻ ഡു മച്ച് വർക്ക് യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ കാര്യമായി ജോലിയൊന്നും ചെയ്തില്ല. ഇന്നലെ ഞാൻ കാര്യമായി ജോലി ചെയ്തു എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്താ പറയുക? ഐ ഡിഡ് എ ലോട്ട് ഓഫ് വർക്ക് യെസ്റ്റർഡേ എന്നാണ് പറയുക. ഐ ഡിഡ്, ഞാൻ ചെയ്തു. ഞാൻ ചെയ്തില്ല, ഐ ഡിഡിൻ ഡു. ഞാൻ ഇന്നലെ ചെയ്തില്ല. ഡിഡിൻ്റെ നെഗറ്റീവ് ഫോം ആണ് ഡിഡിൻ ഡു എന്ന് മനസ്സിലാക്കുക. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യൻ ആയാലും നെഗറ്റീവ് ആയാലും ഉണ്ടാക്കുന്നത് ഡിഡ് ഉപയോഗിച്ചിട്ടാണ്. ഇന്നലെ നീ അവനെ കണ്ടിരുന്നോ? ഇവിടെയും സമയം വ്യക്തമാണല്ലോ.
അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഡിഡ് യു സീ ഹിം യെസ്റ്റർഡേ? ഇന്നലെ നീ അവനെ കണ്ടിരുന്നു. ഡിഡ് യു സീ, പിന്നെ ഡിഡ് യു സോ എന്ന് പറയരുത്, ഡിഡ് യു സീ. ഞാൻ ഇന്നലെ അവനെ കണ്ടു എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയും? ഐ സോ ഹിം യെസ്റ്റർഡേ എന്ന് പറയും. ആ സോ എന്നതിൻ്റെ ക്വസ്റ്റ്യൻ ഫോം ആണ് ഡിഡ് യു സീ എന്നത്. ഈ ഇടയായി ഞാൻ അവനെ കണ്ടിട്ടില്ല. ഈ ഇടയായി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? പാസ്റ്റിൽ എപ്പോഴോ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴായി സംസാരിക്കുന്ന സമയം വരെയുള്ള ഒരു പീരിയഡ് ഓഫ് ടൈമിനെ കുറിച്ച്, ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ അത്രയും വരുന്ന ഒരു പീരിയഡ് ഓഫ് ടൈമിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഈ സംസാരിക്കുന്ന സമയം വരെയും എന്നൊരു മീനിങ് അതിനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്, സിമ്പിൾ പാസ്റ്റ് അല്ല. ഈ ഇടയായി ഞാൻ അവനെ കണ്ടിട്ടില്ല. ഐ ഹാവിൻ സീൻ ഹിം റീസെൻ്റ്ലി. ഈ ഇട എന്നതിന് നമുക്ക് റീസെൻ്റ്ലി എന്ന് പറയാം. ഓഫ് ലേറ്റ് എന്നും പറയാവുന്നതാണ്. ഐ ഹാവിൻ സീൻ ഹിം റീസെൻ്റ്ലി. ഞാൻ ഈയിടെയായിട്ട് അവനെ കണ്ടിട്ടില്ല. ഇവിടെ നമ്മൾ ഐ ഡിഡിൻ സീ അല്ല ഉപയോഗിക്കുന്നത്, ഹാവിൻ സീൻ ആണ് ഉപയോഗിക്കുന്നത്. അയാൾ തിങ്കളാഴ്ച ആബ്സെൻ്റ് ആയിരുന്നു. ഒരു പ്രത്യേക ദിവസം ആബ്സെൻ്റ് ആയിരുന്നു എന്നാണ് പറയേണ്ടത്. തിങ്കളാഴ്ച ഓൺ മൺഡേ. ഹി വാസ് ആബ്സെൻറ്റ് ഓൺ മൺഡേ. അയാൾ തിങ്കളാഴ്ച ആബ്സെൻ്റ് ആയിരുന്നു. ഇവിടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. ഹി ഹാസ് ബീൻ ആബ്സെൻറ്റ് ഓൺ മൺഡേ എന്ന് പറയരുത്. പ്രസന്റ് പെർഫെക്റ്റ് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കില്ല. നമ്മൾ കൃത്യമായി പറയുന്നുണ്ട് ഏത് ദിവസമാണ് ആബ്സെൻ്റ് ആയിരുന്നത് എന്ന്. ഇങ്ങനെ ഒരു കാര്യം എപ്പോഴാണ് സംഭവിച്ചത് എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെ വേണം ഉപയോഗിക്കാൻ. തിങ്കളാഴ്ച മുതൽ അവൾ ആബ്സെൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് പാസ്റ്റിൽ എപ്പോഴോ സ്റ്റാർട്ട് ചെയ്ത് തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്തൊരു സിറ്റുവേഷനെ കുറിച്ചാണ്. തിങ്കളാഴ്ച മുതൽ ഇന്ന് വരെയും അവൾ ആബ്സെൻ്റ് ആണ് എന്ന്. ഇങ്ങനെ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് പ്രസന്റ് വരെ കണ്ടിന്യൂ ചെയ്യുന്ന സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പാസ്റ്റ് അല്ല, പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഇവിടെ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാനേ നമുക്ക് സാധിക്കില്ല. തിങ്കളാഴ്ച മുതൽ അവൾ ആബ്സെൻ്റ് ആണ്. തിങ്കളാഴ്ച മുതൽ എന്നതിന് നമുക്ക് സിൻസ് മൺഡേ എന്ന് പറയാം. ഷീ ഹാസ് ബീൻ ആബ്സെൻറ്റ് സിൻസ് മൺഡേ. തിങ്കളാഴ്ച മുതൽ ഷീ ഹാസ് ബീൻ ആബ്സെൻറ്റ്. വാസ് എന്നതിൻ്റെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം ആണ് ഹാസ് ബീൻ. ഈസിൻ്റെയും വാസിൻ്റെയും എല്ലാം പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഹാസ് ബീൻ. ഷീ ഹാസ് ബീൻ ആബ്സെൻറ്റ് സിൻസ് മൺഡേ. ആർ അതുപോലെ തന്നെ വേർ ഇതിൻ്റെ എല്ലാം പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഹാവ് ബീൻ. ഞാൻ ഈയിടെയായി വളരെ തിരക്കിലാണ്. ഈയിടെയായി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പാസ്റ്റിൽ എപ്പോഴോ സ്റ്റാർട്ട് ചെയ്ത് ഈ സമയം വരെയുള്ളൊരു പീരിയഡ് ഓഫ് ടൈമിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഏത് ടെൻസാണ് ഉപയോഗിക്കുക? പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുക. ഐ ഹാവ് ബീൻ വെരി ബിസി റീസെൻ്റ്ലി. ഐ ഹാവ് ബീൻ ക്വയറ്റ് ബിസി. വെരി ബിസി എന്നോ ക്വയറ്റ് ബിസി എന്നോ എല്ലാം നമുക്ക് പറയാം. ഐ ഹാവ് ബീൻ ക്വയറ്റ് ബിസി റീസെൻ്റ്ലി. ഞാൻ ഈയിടെയായി വലിയ തിരക്കിലാണ്. ഹാവ് ബീൻ എന്നത് ആം എന്നതിൻ്റെ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ആമിൻ്റെയും ആറിൻ്റെയും പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഹാവ് ബീൻ. ഈസിൻ്റെ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഹാസ് ബീൻ. വാസിൻ്റെയും പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഹാസ് ബീൻ. ഐ ഹാവ് ബീൻ ക്വയറ്റ് ബിസി റീസെൻ്റ്ലി. ഞാൻ ഈയിടെയായി നല്ല തിരക്കിലാണ്. ഇവിടെ നമുക്ക് സിമ്പിൾ പ്രസന്റോ സിമ്പിൾ പാസ്റ്റോ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഐ ആം ക്വയറ്റ് ബിസി എന്ന് പറഞ്ഞാൽ പോരാ, ഐ വാസ് ക്വയറ്റ് ബിസി എന്നും പറഞ്ഞാൽ പോരാ. കാരണം നമ്മളിവിടെ സംസാരിക്കുന്നത് പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് പ്രസന്റ് വരെയുള്ള ഒരു പീരിയഡ് ഓഫ് ടൈമിനെ കുറിച്ചാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് തന്നെ വേണം ഉപയോഗിക്കാൻ. ഞാൻ ഇന്നലെ വളരെ തിരക്കിലായിരുന്നു. ഇതിപ്പോൾ നിലവിലുള്ള ഒരു സിറ്റുവേഷൻ അല്ല. ഇന്നലെ തിരക്കിലായിരുന്നു. ഇപ്പോൾ തിരക്കിലാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. ഈ സെന്റൻസ് പറയുന്നത് ഇന്നലെ തിരക്കിലായിരുന്നു എന്നാണ്, പാസ്റ്റിലുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുക സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഐ വാസ് വെരി ബിസി യെസ്റ്റർഡേ. ഐ വാസ് ക്വയറ്റ് ബിസി യെസ്റ്റർഡേ. വെരി എന്നോ ക്വയറ്റ് എന്നോ പറയാം. ഇത് പൂർണ്ണമായും കഴിഞ്ഞു പോയൊരു കാര്യമാണല്ലോ. ഇങ്ങനെ ഞാൻ ഇന്നലെ തിരക്കിലായിരുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ തിരക്കിലാണോ അല്ലയോ എന്ന് വ്യക്തമല്ല. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഒരിക്കലും ആ പ്രസന്റിൽ ആ സിറ്റുവേഷൻ എങ്ങനെയാണ് എന്ന് പറയുന്നില്ല. അത് പാസ്റ്റിൽ ഏതോ ഒരു മൊമെന്റിൽ എങ്ങനെയായിരുന്നു എന്ന് മാത്രമാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുമ്പോൾ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തൊരു സിറ്റുവേഷൻ ഇപ്പോൾ ഇതായി സംസാരിക്കുന്ന സമയം വരെയും അതേപോലെ തന്നെ തുടരുന്നു എന്നാണ് അതിനർത്ഥം. ഈ ആഴ്ച മഴ പെയ്തിട്ടില്ല. ഈ ആഴ്ച എന്ന് പറയുമ്പോൾ സൺഡേയോ മൺഡേയോ തൊട്ട് ഇന്ന് സംസാരിക്കുന്ന ഈ ദിവസം വരെയുള്ള ഒരു പീരിയഡിനെ കുറിച്ചാണല്ലോ നമ്മൾ ഈ ആഴ്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ അപ് ടു നൗ ഈ സംസാരിക്കുന്ന സമയം വരെയുള്ള ഒരു പീരിയഡാണ്. അതിനാൽ പ്രസന്റ് പെർഫെക്റ്റ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുക. ഇറ്റ് ഹാസ് ഇൻ റെയിൻഡ് ദിസ് വീക്ക്. ഈ ആഴ്ച മഴ പെയ്തിട്ടില്ല. ഇറ്റ് ഹാസ് ഇൻ റെയിൻഡ് ദിസ് വീക്ക്. മഴ പെയ്യുന്നതിനെ കുറിച്ചെല്ലാം പറയാൻ നമ്മൾ സെന്റൻസ് ഇറ്റ് ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇറ്റ് ഹാസ് ഇൻ റെയിൻഡ്. മഴ പെയ്തിട്ടില്ല. കഴിഞ്ഞ ആഴ്ച മഴ പെയ്തില്ല. ഇത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്, ഇപ്പോഴത്തെ കാര്യമല്ല. കഴിഞ്ഞ ആഴ്ച എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വീക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുക സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇറ്റ് ഡിഡിൻ റെയിൻ ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച മഴ പെയ്തില്ല. ഇറ്റ് ഡിഡിൻ റെയിൻ ലാസ്റ്റ് വീക്ക്. റെയിൻഡ് എന്ന വെർബിൻ്റെ
നെഗറ്റീവ് ഫോം ആണ് ഡിഡിൻ റെയിൻ എന്നത്. ഇറ്റ് ഡിഡിൻ റെയിൻ ലാസ്റ്റ് വീക്ക്. സിമ്പിൾ പാസ്റ്റും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും ഉപയോഗിക്കുമ്പോഴുള്ള ഡിഫറൻസ് ആണ് നമ്മൾ മെയിൻലി ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. രണ്ട് ടെൻസും നമുക്ക് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കാം. പക്ഷേ പാസ്റ്റിൽ സംഭവിച്ച ഈ സമയം വരെയും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമയം വരെയും ട്രൂ ആയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ പാസ്റ്റിലുള്ള ഏതോ ഒരു നിമിഷത്തിൽ എന്ത് സംഭവിച്ചു എന്ന്, അല്ലെങ്കിൽ പാസ്റ്റിലുള്ള ഏതോ ഒരു നിമിഷത്തിൽ എങ്ങനെയായിരുന്നു ഒരു സിറ്റുവേഷൻ എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ നമുക്കിത് രണ്ടും ഉപയോഗിക്കാം, പക്ഷേ പലപ്പോഴും അങ്ങനെ സാധ്യമല്ല. ഇത് രണ്ടും ഏത് സാഹചര്യങ്ങളിൽ ഉപയോഗിക്കണമെന്ന് വ്യക്തമായി മനസ്സിലാക്കി ശരിയായി തന്നെ ഉപയോഗിക്കുക. ലെസൺ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.